Hello my dear friends, welcome to Happy Beats TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് വണ്ണം കൂടാനുള്ള ഒരു സിമ്പിൾ റെമഡി. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് വേറെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ വണ്ണം കൂടാനുള്ള ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈത്തപ്പഴം, നല്ലോണം പഴുത്ത ഒരു ഈത്തപ്പഴം, ഇച്ചിരി അല്പം സൈസായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. പിന്നെ നമുക്ക് വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മളുടെ അണ്ടിപ്പരിപ്പില്ലേ, നിലക്കടലയും അണ്ടിപ്പരിപ്പും, അതാണ് ഏറ്റവും നല്ലത്. കാഷ്യൂ നട്ട്സ് ഇല്ലേ അത്. പിന്നെ നമുക്ക് ശർക്കരയും നെയ്യും വേണം. ഒരു കഷ്ണം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബട്ടർ പിന്നെ നെയ്യും അത് നമുക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. കൊളസ്ട്രോൾ ഉള്ളവരും ഷുഗർ ഉള്ളവരും ഒന്നും കഴിക്കരുത് കേട്ടോ. ഇതിപ്പോൾ അല്ലാണ്ട് ഉള്ള നമുക്ക് തീരെ വണ്ണം കുറഞ്ഞ വിദ്യാർത്ഥിനികളായ കുട്ടികൾക്ക് കഴിക്കാം, കുറച്ച് എന്താ പറയുക പ്രസവ ശേഷിയുള്ളവർക്ക് കഴിക്കാം, കുട്ടികൾക്ക് കഴിക്കാം, അവർക്കൊക്കെ കഴിക്കാം. അല്ലാണ്ട് കൊളസ്ട്രോളും ഷുഗർ ഉള്ളവരൊക്കെ അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യുന്ന ശേഷം നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ചതുരത്തിലോ നിങ്ങളുടെ സൗകര്യം പോലെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം പാന് ചൂടായ ശേഷം നമ്മളൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഒരു സ്പൂൺ നെയ്യും പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. അതായത് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. ഫുൾ കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിൽ വരട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നെയ്യും നമ്മുടെ ഈ ബട്ടർ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടെ. ഒന്നെങ്കിൽ നെയ്യ് മതി കേട്ടോ. ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് മാത്രം എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടറിനേക്കാളും നല്ലത് നെയ്യാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അതിന് ശേഷം നന്നായിട്ട് നെയ്യിൽ വരണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ ശർക്കര, ചീകിയ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ട ശർക്കരയാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഈ ചെറിയ നമ്മുടെ കഷ്ണമായിട്ട് വരുന്നേക്കാളും നല്ലത് ഉണ്ട ശർക്കരയാണ്, നല്ല കറുത്ത കളറുള്ള ശർക്കര. വെള്ള ശർക്കരയേക്കാളും നല്ലത് കറുത്ത ശർക്കരയാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാരലില്ലേ, കറുത്ത എള്ള്, അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വണ്ണം വയ്ക്കാനായിട്ട് നമ്മുടെ രക്തക്കുറവിനൊക്കെ വളരെ നല്ലതാണ് കാരല്, കറുത്ത എള്ള്. അതിനുശേഷം നെയ്യിൽ ഇതെല്ലാം കൂടെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഈ എള്ളും പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ ഏത്തപ്പഴം എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ ഇത് മധുരമൊക്കെ പിടിച്ച് നെയ്യും എല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആവും. നല്ല അങ്ങനെ ഹൽവയുടെ ഒക്കെ ഒരു ഇതുപോലെയാവും. നല്ലപോലെ നന്നായിട്ട് ഇതിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ആവശ്യത്തിന് ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് തണുത്തതിന് ശേഷം നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കാം, നമുക്കും കഴിക്കാം. അപ്പോൾ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് വണ്ണം വയ്ക്കും. ഞാനത് വല്ലപ്പോഴും ഒന്ന് കഴിക്കത്തേ ഉള്ളൂ. മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി, ഇത് വണ്ണം ഇല്ലാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. നന്നായിട്ട് ഫലപ്രദമാണ്. നിലക്കടലയും അണ്ടിപ്പരിപ്പും ഒന്നും അല്ലെങ്കിലും ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എങ്കിലും നമ്മളതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എള്ളും നമുക്ക് കടകളിലൊക്കെ ലഭ്യമാണ്. കറുത്ത എള്ളാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഏറ്റവും നല്ലത് കറുത്ത എള്ളാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് വരട്ടിയിട്ട് നമ്മൾ കഴിച്ചോളുക. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഒരു 1 മന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം. ഇത് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗ്ലാസ് പാലിലേക്ക് നമുക്ക് കഫക്കെട്ടുള്ള ശരീരപ്രകൃതിയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കഴിക്കാം. ഇത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഏത്തപ്പഴമൊന്നും കുട്ടികൾ കഴിക്കില്ലല്ലോ, അതിൻ്റെ ഹാഫ് എടുക്കാം. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ്സ് ഒക്കെ ചേർത്ത്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ 1 2 ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ്. അതോടൊപ്പം തന്നെ വളരെ നന്നായിട്ട് വണ്ണം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മളുടെ 100K ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.